സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ വിവാദങ്ങൾക്ക് വിരാമം വിട്ട് അഞ്ജലി മേനോൻ്റെ അടുത്ത ചിത്രം തീരുമാനിച്ചിരിക്കുന്നു. ബാംഗ്ലൂർ ഡേയ്സിന് ശേഷം ഒരു അഞ്ജലി മേനോൻ ചിത്രത്തിന് മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകളേറെയായി. കാരണം അത്രത്തോളം സ്വാധീനം ആ ഫീൽ ഗുഡ് ചിത്രം മലയാളി പ്രേക്ഷകരിൽ ചെലുത്തിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അന്യഭാഷയിൽ ഒരു മലയാളം ചിത്രം തരംഗം സൃഷ്ടിച്ചതും ബാംഗ്ലൂർ ഡേയ്സ് ആയിരുന്നു. ശേഷം അഞ്ജലി മേനോൻ്റെ അടുത്ത ചിത്രത്തിനായി അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ. അപ്പോഴായിരുന്നു ദുൽഖറിനെ നായകനാക്കി അഞ്ജലി മേനോൻ്റെ അടുത്ത ചിത്രം അനൗൺസ് ചെയ്യുന്നത്. പ്രതാപ് പോത്തനായിരുന്നു സംവിധായകൻ. ചിത്രം അനൗൺസ് ചെയ്തിട്ടും ഒരു വർഷത്തേക്ക് പിന്നീട് വാർത്തകൾ ഒന്നും ഉണ്ടായില്ല. പിന്നീടായിരുന്നു വിവാദങ്ങൾക്ക് തിരികൊളുത്തി പ്രതാപ് പോത്തൻ രംഗത്തെത്തിയത്. ഒരു വർഷത്തോളം കാത്തിരുന്നിട്ടും അഞ്ജലി മേനോൻ തനിക്ക് നൽകിയത് മോശം തിരക്കഥയാണെന്നും സ്ക്രിപ്റ്റിൽ തൃപ്തനല്ലാത്തതിനാൽ ചിത്രം ഉപേക്ഷിക്കുകയാണെന്നും പ്രതാപ് പോത്തൻ അറിയിച്ചു. നിരവധി ആരോപണങ്ങൾ പ്രതാപ് പോത്തൻ ഉന്നയിച്ചെങ്കിലും വിവാദങ്ങളോട് താല്പര്യമില്ലാത്ത അഞ്ജലി മേനോൻ കാര്യമായി ഒന്നിനോടും പ്രതികരിച്ചില്ല. പിന്നീട് പ്രതാപ് പോത്തൻ ഉപേക്ഷിച്ചെങ്കിലും ദുൽഖർ ചിത്രവുമായി അഞ്ജലി മേനോൻ മുന്നോട്ട് പോവുകയാണെന്ന് വാർത്തകളുണ്ടായി. എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ചും റിപ്പോർട്ടുകൾ ഉണ്ടായില്ല. ഇപ്പോൾ ഉസ്താ ഹോട്ടൽ, ബാംഗ്ലൂർ ഡേയ്സ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഒരു ദുൽഖർ അഞ്ജലി ചിത്രം പ്രതീക്ഷിച്ചിരുന്ന ദുൽഖർ ആരാധകരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് അഞ്ജലി മേനോൻ. അഞ്ജലി മേനോന്റെ അടുത്ത ചിത്രത്തിൽ നായകനാകുന്നത് പൃഥ്വിരാജ് ആണെന്നാണ് പുതിയ വാർത്തകൾ. പൃഥ്വിരാജ് അഞ്ജലി മേനോൻ ചിത്രം സെപ്റ്റംബറിൽ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. അഞ്ജലി മേനോന്റെ ആദ്യ ചിത്രം മഞ്ചാടിക്കുരുവിലും നായകൻ പൃഥ്വി ആയിരുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയൻ. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്